ഹായ് ഗൈസ്, കുറേ ദിവസം കൊണ്ട് വീട്ടിലിരുന്നിരുന്നിരുന്നിരുന്ന് മുരടിച്ചു. എന്തായാലും ഇന്ന് ഞായറാഴ്ച, എന്തായാലും പുറത്തോട്ട് ഇറങ്ങണം. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. വീട്ടിലെ കുറച്ച് സാധനങ്ങളൊക്കെ തീർന്നു. അപ്പം വിചാരിച്ചു ഞാനും കൂടെ പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. ഒരുപാട് ദിവസം കൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുന്നു. അപ്പം പുറത്തുള്ള ആൾക്കാരെയും കണ്ടിട്ട് കുറേ നാളായി. അപ്പം ഇന്ന് ഈവനിങ് ആയത് കാരണം നമ്മൾ വിചാരിച്ചു ഞായറാഴ്ചയിൽ ഒന്ന് പുറത്ത് പോയി സാധനമൊക്കെ ഒരുമിച്ച് വാങ്ങാമെന്ന് വിചാരിച്ചു ഇറങ്ങി. നേരെ കപ്പ വാങ്ങാൻ പോയി. കപ്പയൊക്കെ വാങ്ങിച്ചതിന് ശേഷം നേരെ പോയത് ഫ്രൂട്ട്സ് കടയിലാണ്. ഫ്രൂട്ട്സ് തട്ടിലാണ് പോയത്. ശരിക്കും ഇപ്പം ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മളെ ഗ്രേപ്സ് വാങ്ങാനാണ് പോയത്. ഈ മുന്തിരിങ്ങയിൽ ഇപ്പം റീൽസിലൊക്കെ കാണിക്കുമ്പോൾ ഇപ്പം അത് കാണുമ്പോഴും കൊതി വരുന്നുണ്ട്. മുളകുപ്പൊടിയും സുറുക്കിയും എന്തൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് കഴിക്കുന്നത് കാണുമ്പം ഒരു കൊതി. അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നേരെ ഫ്രൂട്ട്സ് കടയിൽ പോയി ഫ്രൂട്ട്സൊക്കെ മേടിച്ചതിന് ശേഷം റെജിയിലേ പോയി വേറെ ഒന്നിനുമല്ല, മട്ടൻ സൂപ്പ് കഴിക്കാനാണ്. ഇനിയിപ്പോൾ എന്തായാലും കാലൊടിഞ്ഞ് കിടക്കുന്നത്, കാൽഷ്യത്തിൻ്റെ കുറവൊന്നും വരുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് നേരെ റെജിയിൽ പോയി സൂപ്പ് കുടിക്കാൻ. എന്തായാലും ഹോട്ടലിൽ പോയി ഇരുന്ന് കഴിക്കാൻ പറ്റില്ല. അപ്പം മേടിച്ച് കാറിൽ കൊണ്ടുവന്നു. അപ്പം അതിൻ്റെ കൂടെ കുരുമുളകും ഉപ്പും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആവശ്യാനുസരണം നമുക്ക് ഇട്ട് കഴിക്കാമല്ലോ. ഈ ഉപ്പ് ഇട്ടിരുന്ന കണ്ടിട്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട. ഈ സൂപ്പിൽ ഒട്ടും ഉപ്പില്ലായിരുന്നു. ഇത്രയും ഇട്ടിട്ട് പോലും തികഞ്ഞിട്ടില്ല. നല്ല അത്യാവശ്യം നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എരിവും ഉണ്ടായിരുന്നു. അങ്ങനെ സൂപ്പ് കുടിച്ചു. ഇനി സൂപ്പ് കുടിക്കാത്തത് കൊണ്ട് കാല് ശരിയാവാതിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് എന്തായാലും 4-ാം തീയതി ഹോസ്പിറ്റലിൽ പോകണം. പ്ലാസ്റ്റർ ഊരാനുള്ള വളരെ തയ്യാറെടുപ്പിലാണ് പോകുന്നത്. ഇനി സൂപ്പ് കുടിച്ചിട്ട് ഊരട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സൂപ്പൊക്കെ കുറച്ച് കുടിച്ചപ്പം തന്നെ എനിക്ക് മതിയായി. പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഷെയർ ചെയ്ത് അങ്ങനെ അത് കുടിച്ച് എല്ലാം കഴിഞ്ഞ് നേരെ വിചാരിച്ചു കുറച്ച് വീട്ടിലെ സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ആ സാധനം മേടിക്കാൻ വേണ്ടി നമ്മുടെ വീടിൻ്റെ കുറച്ച് താഴെ തന്നെ ഹാവൻ എന്ന് പറഞ്ഞിട്ടൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെ പോയി കുറച്ച് പാലും ബ്രെഡും വീട്ടിലെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ മേടിച്ചതിന് ശേഷം നമ്മൾ വിചാരിച്ച് എന്തായാലും പുറത്തിറങ്ങി ഇനി രാത്രിത്തെ ഫുഡും കൂടെ കഴിച്ചിട്ട് വീട്ടിൽ കയറാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ കഴക്കൂട്ടത്ത് തന്നെ അയ്യപ്പൻ അമ്പലം, കഴക്കൂട്ടം കാര്യവട്ടത്തിൻ്റെ അടുത്ത് അയ്യപ്പൻ അമ്പലം ഉണ്ട്. ആ അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് ഒരു തട്ടുകടയുണ്ട്. ഓൾറെഡി 3 പ്രാവശ്യം പോയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫുഡ് തന്നെയാണ്. അപ്പോൾ ഇവിടെ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചൂട് ദോശയും കാന്താരി ചിക്കനുമാണ് ഞാൻ ഓർഡർ ചെയ്തത്. അതിൽ സാമ്പാറും ചമ്മന്തി ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. കാന്താരി ചിക്കൻ മാത്രം വെച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇതുവരെ ഞാൻ ഇവിടെ നിന്ന് ട്രൈ ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. നല്ല എരിവുണ്ടായിരുന്നു. അത്യാവശ്യം കാന്താരിയുടെ ടേസ്റ്റ് തന്നെയായിരുന്നു. കൊള്ളായിരുന്നു, മോശം പറയാനൊന്നുമില്ല. രാജേഷ് പിന്നെ ബീഫും ദോശയാണ് ഓർഡർ ചെയ്തത്. ബീഫും നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ രാത്രിത്തെ ഫുഡ് ഏരിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പം ഇന്നത്തെ ദിവസം ഇത്രയും